ഇന്ന് നമുക്ക് എൻ്റെ ഒരു ജേർണലിംഗ് ബുക്ക് കണ്ടാലോ? ഈ ജേർണൽ ബുക്കിൽ എനിക്ക് അത്രയും പ്രിയപ്പെട്ട ആളുകളെ കുറിച്ചാണ് എഴുതാറ്. നമുക്കെല്ലാവർക്കും കാണില്ലേ, ലൈഫിൽ അൺഎക്സ്പെക്റ്റഡ് ആയി വന്ന് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറിയ ഒരാൾ. അങ്ങനെ എൻ്റെ ലൈഫിൽ വന്ന ആ ഒരാളെ കുറിച്ചാണ് ഇന്നത്തെ എഴുത്ത്. ഞാൻ വലിയ ജേർണലിംഗ് ചെയ്യുന്ന ആളൊന്നുമല്ല. എൻ്റെ കയ്യിലുള്ള ലിമിറ്റഡ് സാധനങ്ങൾ വെച്ച് മനസ്സിന് സന്തോഷം തരുന്നത് പോലെയാണ് ഞാൻ എഴുതാറ്. അത് തന്നെയാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്ത് വേണമെങ്കിലും ഉള്ളത് വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. എഴുതാൻ ഇഷ്ടമുണ്ടായിട്ടും സാധനങ്ങളില്ല എന്ന കാരണം കൊണ്ട് എഴുതാതിരിക്കുന്നവർ ഇനിയെങ്കിലും ചുമ്മാ അതൊന്ന് എഴുതി നോക്കണം. ആ സന്തോഷം ഒന്ന് വേറെ തന്നെ അല്ലേ. ഇനി എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് സിബ്ലിംഗ് ആയിട്ടുള്ളത് ഒരു അനിയത്തിയാണ്. ഈ ഒരാൾ ലൈഫിൽ വന്നപ്പോഴേക്കാണ് ഞാൻ ഒരു അനിയത്തിയായാലും എങ്ങനെ ഉണ്ടാവുമെന്ന് മനസ്സിലായത്. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഇദ്ദേഹം ഈ ബുക്കിൽ ഇടം പിടിച്ചത്. സത്യം പറഞ്ഞാൽ ഈ എഴുത്തൊരു സുഖമാണ്. പറയാൻ പറ്റാത്ത മനസ്സിലുള്ള പലതും നമുക്ക് എഴുതാനാവുമല്ലോ. പ്രത്യേകിച്ച് ഒരുപാട് സംസാരിക്കാൻ മടിയുള്ളവർക്ക് നല്ലൊരു കൂട്ടുകാരായിരിക്കും നമ്മുടെ എഴുത്ത്. അത് മാത്രമല്ല, പ്രൊഡക്റ്റീവായി ടൈം സ്പെൻഡ് ചെയ്യാനും ഇത് നമുക്കൊരു നല്ലൊരു ഓപ്ഷനല്ലേ. ജേർണലിംഗ് ആവശ്യമായ സ്റ്റിക്ക്, സ്റ്റാമ്പ്, വിൻറ്റേജ് പേപ്പേഴ്സ് എല്ലാം കുറേയൊക്കെ ഞാൻ തന്നെയാണ് ഉണ്ടാക്കാറ്. ആൻസൈറ്റി, ഓവർ തിങ്കിങ് ഒക്കെ കൂട്ടായിട്ടുള്ള എനിക്ക് ശരിക്കും ഒരു രക്ഷ തന്നെയാണ് ഇതെല്ലാം. യൂട്യൂബിൽ വീഡിയോ ഇടാമെന്ന തീരുമാനം വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് സംഭവിച്ചത്. ആഗ്രഹം ഉണ്ടായിട്ടും കോൺഫിഡൻസ് തീരെ ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത്. എല്ലാം നമ്മൾ തുടങ്ങി വെക്കുന്നവരെയുള്ള പ്രശ്നമേ ഉള്ളൂ. പിന്നീട് ഇത് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നും. എളുപ്പമാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ നമുക്ക് പറ്റാത്തതല്ലല്ലോ. ഒരുപാട് വൈകാതിരിക്കുന്നതല്ലേ നല്ലത്. ഇനി ഈ എഴുത്ത് പോലെ തന്നെ ചാനൽ തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിട്ടും പേടിച്ചിരിക്കുന്നവർ അതും ഒന്ന് തുടങ്ങി നോക്കുക കേട്ടോ. ഏതായാലും ഞാൻ ഈ എഴുത്തിലൂടെ പറയുന്നത് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളാണ്. സത്യം പറഞ്ഞാൽ ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ല. അപ്പം ശരി, ഇനി എന്തെങ്കിലുമൊക്കെ എഴുതാൻ തോന്നിയാൽ നിങ്ങളെയും കൂടെ കൂട്ടാം.